ഹായ്. അപ്പോൾ നമ്മൾ ബ ബ ബ ബ കണ്ടു. എന്ത് പറയും എന്ന് എനിക്കറിയില്ല. ഇതിനിപ്പം നിങ്ങൾക്ക് കുറെ ഫാൻസിന് ബുദ്ധിമുട്ടാവോ? ഇനിയിപ്പോ അതിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതൊരു വിഷമാവും. ഇതൊന്നും ആലോചിച്ച് ഞാൻ പറയാണ്ടിരിക്കില്ല. മനസ്സിലായില്ലേ? നമ്മൾ കാശ് കൊടുത്ത് കണ്ട പടം എങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാണ്, ഒരു സിനിമ എങ്ങനെ എടുക്കരുത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബ ബ ബ. കാരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസന്റ് മലയാള സിനിമയുടെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മലയാള സിനിമയെ കുറിച്ച്. ഓൾ ഓവർ ഇന്ത്യ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിവ്യൂസ് പല ലാംഗ്വേജസിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഈ പടത്തിനെ കുറിച്ച് ഒരു റിവ്യൂ വേറെ ലാംഗ്വേജിൽ ചെയ്യാൻ, അല്ല മലയാളത്തിൽ തന്നെ ചെയ്യാൻ നമുക്ക് റിവ്യൂവിനുള്ളതൊന്നുമില്ല. കാരണം ഇതിലൊരു സ്റ്റോറി ലൈൻ എന്ന് പറയാൻ ഒന്നുമില്ല. സ്ട്രോങ് അല്ല, ശരിക്കും പറഞ്ഞ ഒരു തിരക്കഥയില്ലാതെ നായകന് വേണ്ടി മാത്രം എടുത്തൊരു പടം ആണെന്ന് പറയേണ്ടി വരും. കാരണം ഒന്നും കണക്റ്റഡ് അല്ല, ഒരു കാര്യങ്ങളും ഇല്ല. ആവശ്യമില്ലാത്ത സമയത്ത് ഓരോരോ ആളുകൾ വരും, അവരോരോ കഥ പറയും, അത് കഴിഞ്ഞ് പോകും. പിന്നെ നമുക്കൊരു നായകൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ, സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ ഇല്ലാത്തൊരു സിനിമയാണ്. ഞാൻ പറയാം, സത്യം പറയാം, ഫസ്റ്റ് ഹാഫ് കഴിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ, എങ്ങനെയെങ്കിലും ഇറങ്ങി പോരണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് നമ്മുടെ മറ്റേ ചേട്ടൻ അതുവരെ വന്നിട്ടില്ല. അതാണ് അവരുടെ ഐഡിയ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മറ്റേ ചേട്ടൻ വരുന്നതോടുകൂടി കഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. മറ്റേ ചേട്ടൻ വന്നപ്പോൾ അത് അതിനായിട്ട് ഉത്തരമാവും. അതായത് പല പല സിനിമയിൽ ആൾ ചെയ്ത വേഷങ്ങളുടെയൊക്കെ ഒരു മിക്സ് മസാല ഇതിൽ. എനിക്ക് മനസ്സിലായില്ല ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്തത്. എനിക്ക് ശരിക്കും വിഷമമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അവരൊക്കെ എങ്ങനെ ഈ ഇതിനൊരു സ്റ്റോറി ലൈൻ കേട്ടിട്ടാണോ ആക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം വല്ലാത്ത ബോറിംഗ് ആണ് പടം. എൻ്റെ അഭിപ്രായമാണ്. പലർക്കും ഇഷ്ടപ്പെടാം, എനിക്ക് തോന്നുന്നില്ല സാധാരണ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ എങ്ങനെ കമ്പയർ ചെയ്യുന്ന അറിയില്ല, അതുപോലത്തെ ഒരു പടം. സത്യം പറയാനില്ല, എൻ്റെ 250 രൂപ ഭൂം. ഞാൻ 250 രൂപ പോകണോണ്ടല്ല നമുക്ക്, പക്ഷെ അത്രയും സമയം നമ്മൾ അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടായി. അങ്ങനെ ഭയങ്കര അസ്വസ്ഥത. എൻ്റെ അടുത്തിരിക്കുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ ഒരു തിയേറ്ററിലൊരു ഹാഫ് സീറ്റ്സ് ഫ്രീ തന്നെയായിരുന്നു. അത് രണ്ടാമത്തെ ഷോയാണ് ഞാൻ കണ്ടത് തൃശ്ശൂർ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫാമിലിക്കൊന്നും പറ്റിയ, അത് പെട്ടെന്ന് വിചാരിക്കും കുട്ടികൾക്ക് പറ്റിയ മൂവിയാണോ, കാരണം ദിലീപ് അങ്ങനത്തെ ഇതൊക്കെ കൂടി ഒരു കുഴച്ച് മറച്ച് ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാവും. പിന്നെ ദിലീപിനിൽ വലിയ, നായകനിൽ വലിയ അപ്ഗ്രേഡ് ഒന്നുമില്ല. കാരണം ഇത്രയും നാൾ മലയാള സിനിമയിലെ നടന്മാർക്കും മറ്റുള്ളവർക്കുള്ള ചേഞ്ചസ് എങ്ങനെയാണോ, ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ അവർ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോൾ വെറുതെ എടുത്തു വെച്ചൊരു പടമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. മോഹൻലാൽ എന്തിന് ഈ പടത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു കാരണമില്ല. മൊത്തത്തില് ഒരു ചക്ക കുഴഞ്ഞമാതിരി ഒരു പടം, ഒരു കണക്ഷനും തോന്നില്ല. ആവശ്യമില്ലാത്തൊരു പാട്ടും ഉണ്ട്. ഗോകുലം ഗോപാലനൊക്കെ ഉണ്ട്, ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, ഗംഭീരമായിട്ട്. ഞാൻ സത്യത്തിൽ ഈ സിനിമ കാണാൻ വിചാരിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റെഫറൻസ് ഇതിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ വന്നിട്ടില്ല. കാരണം അങ്ങനെ, പക്ഷെ കുറച്ചൊക്കെ ഡയലോഗ്സിൽ നമുക്ക് കാണാം ഞാൻ ഇത്രയെങ്കിലൊക്കെ ചെയ്യണ്ടേ. അപ്പൊ ഇതൊരു പ്രീ പ്ലാൻഡ് പോലെ നമുക്ക് തോന്നും, മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് സിനിമ കാണാൻ പോയത്. പക്ഷെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ആരോടും നമുക്ക് പ്രത്യേകിച്ച് പേഴ്സണലി എന്താ പറയാ ദേഷ്യമൊന്നുമില്ല. കാരണം നമ്മൾ സിനിമകളൊക്കെ കാണുന്നത് തന്നെയാണ്. നമ്മൾ ദിലീപിന് നല്ല സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ നല്ല സിനിമകൾ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു സ്റ്റോറി ലൈൻ ഇല്ലാണ്ട് ഒരു സിനിമ പിടിക്കാന്ന് പറയില്ലേ, സംവിധായകനൊക്കെ സമ്മതിക്കണം. അവരിത് റിവ്യൂ ഒക്കെ കാണുന്ന ആളുകളല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാവില്ല ഇത് ആളുകൾ എങ്ങനെ ഇത് സ്വീകരിക്കും, ഇതിൽ എന്തെങ്കിലും അവർക്ക് തന്നെ മനസ്സിലാവുണ്ടോ. കുറെ BGM, സൗണ്ട്, കളറ്, കാണാ ഗുണ, അത്ര തന്നെ പറയാനുള്ള സിനിമ.
അപ്പൊ താല്പര്യമുള്ളവർ പോയി കാണുക. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. അത്ര നല്ല പടം എന്ന് പറഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതൊക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ദിലീപിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ദിലീപിനെ കാണാൻ പോവാം. ഈ മോഹൻലാൽ വരുന്നത് കൊണ്ട് ഞാൻ അതാണ് സെക്കൻഡ് ഹാഫിൽ ഇരിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ ഇറങ്ങിപ്പോരായിരുന്നു. അത്രയും ബോറിംഗ് ആണ്. എനിക്ക് ഇതുവരെ കണ്ട കുറെ കാലമായിട്ട് നമ്മൾ മലയാള സിനിമ പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി നോക്കിയിരിക്കണം എന്തൊക്കെ സബ്ജക്റ്റുകളൊക്കെ വരുന്നത്. ഇതങ്ങനെയൊന്നും കമ്പാരിസൺ കൊടുക്കാൻ പറ്റാത്ത ഒരു യുണീക്ക് ഫ്ലോപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇനി പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ പോയി കാണുക തന്നെ ചെയ്യാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, എനിക്കത്രേ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.